നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കേസാണല്ലോ കുട്ടികളിലുള്ള ഡ്രഗ് അഡിക്ഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും. എങ്ങനെ കുട്ടികൾ ഈ ഡ്രഗ് അഡിക്ഷനിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുന്നത്? ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടിഫേസ്ഡ് ആയിട്ടുള്ള ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്നമാണ്. ഒരു വ്യക്തി അത് ഉപയോഗിച്ച് തുടങ്ങി ആ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കാതെ ആ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ഡ്രഗ് അഡിക്ഷനായിട്ട് മാറുന്നത്. ഈ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്യക്തിക്ക് വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും സമാധാനവും ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഇവരിത് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഇവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിച്ച് അത് അവരുടെ കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയൊക്കെ തകർത്ത് കളയും. നമ്മുടെ കുട്ടികളിലെ ലഹരി ഉപയോഗം നന്നായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മൾ മീഡിയയിൽ കാണുന്നതിനേക്കാളും ഭയാനകമാണ് കുട്ടികളിലെ ലഹരി ഉപയോഗം. റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ ഈ ലഹരിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ ഡ്രഗ് അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയും? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും അതേപോലെ തന്നെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സ്റ്റഡീസ് റെക്കമെൻഡ് ചെയ്യുന്നത് കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ അവയർനെസ് പ്രോഗ്രാമിനൊപ്പം തന്നെ ഏർലി ഐഡൻറ്റിഫിക്കേഷനും അതേപോലെ തന്നെ ഇൻ്റർവെൻഷനും അത്യാവശ്യമാണ്. കുട്ടികളിലെ ലഹരി ഉപയോഗം WHO ടൂൾ ഉപയോഗിച്ച് കൃത്യമായി കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്.